ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർ ഫ്രൂട്ടാണ്. നക്ഷത്രപ്പുളി, ചതുരപ്പുളി എന്നൊക്കെയാണ് ഇതിൻ്റെ വിളിപ്പേര്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ഇലമ്പിപ്പുളി എന്നും വിളിക്കാറുണ്ട്. ഇതൊരു ഉഷ്ണമേഖലാ ഫലമാണ്. കൂടാതെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ മുറിക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ഇതിനെ തോടംപുളി, ആനപ്പുളിഞ്ചി, വൈരപ്പുളി എന്ന പേരും കൂടെ പല സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട്. ഓക്സാലിഡേസി സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ ഒരു വൃക്ഷം ഇന്ത്യ, ചൈന, ബർമ്മ എന്നിവിടങ്ങളിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഇതളുള്ള മൂലകളുള്ള ഭംഗിയുള്ള പുളിയാണിത്. പുളിരസത്തിലുള്ള ഈ ഒരു പഴം അച്ചാർ ഉണ്ടാക്കാനും അതുപോലെ കറികളിൽ പുളി രസത്തിന് വേണ്ടിയിട്ടും പാനീയങ്ങൾ ഉണ്ടാക്കാനും സത്ത് ഉപയോഗിച്ച് വസ്ത്രങ്ങളിലെ കറകൾ നീക്കം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സർബത്ത്, ജാം, ജെല്ലി, ചട്നി, വൈൻ എന്നിവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പഴം യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫലം വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ളവർ പതിവായി കഴിക്കുന്നത് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പുളിഞ്ചിയോട് ഇതിന് സാമ്യമുണ്ട്. ഇതിൻ്റെ കായകൾ കുറച്ചുകൂടി വലുതാണ്. ഇതിൽ വൈറ്റമിൻ എ, ഓക്സാലിക് ആസിഡ്, അയൺ എന്നീ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചെടി 3 മീറ്ററോളം ഉയരത്തിൽ വളരും. ചെടി നിറയെ കായകളും പിടിക്കും. അതുപോലെ തന്നെ 8 മാസക്കാലം, ഒരു വർഷത്തിൽ 8 മാസവും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇത്. ചെറിയ കുഴി എടുത്തിട്ട് അതിൽ മേൽമണ്ണൊക്കെ നിറച്ച് നമുക്ക് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കൃഷി ചെയ്യാവുന്നതാണ്. വളരെ സൂപ്പറായിട്ടുള്ള ഹെൽത്ത് വൈസൊക്കെ നമുക്ക് നല്ലതായിട്ടുള്ള ബെനിഫിറ്റൊക്കെ തരുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ്. അച്ചാറൊക്കെ വെറൈറ്റി അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് സൂപ്പറാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.